ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രണാസുന കഴിഞ്ഞ ദിവസം ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ദുബായ് ബഹറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വലിയ വിവരവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീട് അങ്ങനെ സ്റ്റോറി ഒന്നും ഇട്ടതായിട്ടൊന്നും കണ്ടില്ല ഇൻസ്റ്റഗ്രാമിൽ. അപ്പൊ എന്തായാലും ഇപ്പോ രണാസുനയുടെ ഒരു പുതിയ വീഡിയോ വന്നിരിക്കുകയാണ്. അതായത് വേറൊന്നുമല്ല, ബഹറിലേക്ക് പോയത് അവിടെ ഒരു ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഏതോ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ഒരു ബാറും റെസ്റ്റോറന്റും കൂടിയാണ്. അവിടെ പാട്ട് പാടാനും എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയാ പോയത്. എന്തായാലും ആ ഒരു ബാറിലും അതുപോലെ റെസ്റ്റോറന്റിലും ഒക്കെ പാട്ട് പാടുന്ന ഒരു വീഡിയോ ഇപ്പൊ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പാട്ട് പാടാൻ അത്ര വലിയ കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നന്നായിട്ട് പാടും. എന്നാൽ നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ടൊന്ന് പാടുമെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. എല്ലാവർക്കും ഈ അഭിപ്രായം ആകണമെന്നില്ല. എന്തായാലും കൊള്ളാം. പുതിയ എന്താ പറയാ, ഇപ്പൊ പുതിയ പുതിയ പരിപാടികളിലൊക്കെ രണാസുനയുടെ ഇതുപോലുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അതായത് ഡാൻസിനെക്കാട്ടി ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെ പാട്ടുകളിലാണ്. എന്തായാലും കൊള്ളാം. ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോട്ടെ, നല്ല കാര്യം. നമുക്ക് ആർക്കും അതിൽ എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചില സമയത്ത് വായിൽ നിന്ന് വരുന്ന ചില എന്താ പറയാ വിടുവായുത്തരങ്ങളാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടുന്നത്. എന്തായാലും കൊള്ളാം. ബഹ്റൈനില് എന്താ പറയാ റെസ്റ്റോറന്റ് മാത്രമല്ല, ബാറും കൂടെയാണ് കേട്ടോ. അവിടെയാണ് നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി പാട്ടൊക്കെ പാടുന്നത്. മലയാളം മാത്രല്ല, അങ്ങനെ ഹിന്ദിയും പാടാൻ തുടങ്ങി കേട്ടോ. പുരോഗമനം ഭയങ്കരം തന്നെ കേട്ടോ. അതും കേരളത്തില് വല്ലതും ആണോ പാട്ട് പാടാൻ പോയിരിക്കുന്നത്?
അങ്ങ് ബഹ്റൈനിലാണ് പോയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഒന്ന് രണ്ട് ദിവസത്തെയൊന്നും അല്ല, കുറെ ദിവസത്തെ പ്രോഗ്രാം ഉണ്ട് ബഹ്റൈനിൽ. എന്തായാലും നല്ല കാര്യം, നല്ല രീതിയിൽ വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഈ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഈ ചില മീഡിയക്കാരെ കാണുമ്പോഴത്തേക്കും അവരോട് പോയിട്ട് ഓരോ വിടുവായുത്തരങ്ങളൊക്കെ പറഞ്ഞ് എയറിൽ പോകാതിരിക്കുക. നമുക്കൊക്കെ അത്രേ പറയാനുള്ളൂ.